ാനുള്ള കഴിവുണ്ടാകും. ക്ലേശകാലങ്ങളാണ്. പക്ഷെ ക്ലേശകാലങ്ങളെ നമ്മളെ സുവിശേഷ വിഹിതമായി ഉപയോഗിക്കണമെന്നേ ഉള്ളു. സുവിശേഷ വിഹിതമായി ഉപയോഗിക്കണം. അപ്പൊ എന്നിട്ട് നമ്മൾ ദൈവത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ദൈവത്തെ ക്ലേശകാലങ്ങൾ നമ്മൾ എങ്ങനെയാണ് നമ്മളെ ക്ലേശകാലങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഓഡിറ്റ് ചെയ്തത്, അക്കൗണ്ട് ചെയ്തത്, ക്ലേശകാലങ്ങളിൽ എന്ത് നേട്ടം നമ്മൾ ഉണ്ടാക്കി എന്നുള്ളത്. ക്ലേശകാലങ്ങളിൽ നേട്ടം മാത്രമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ആധ്യാത്മിക ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ക്ലേശകാലങ്ങളിൽ കോട്ടം ഉണ്ടായി കഴിഞ്ഞാൽ അത് ബ്രാൻഡഡ് ആകും. ക്ലേശകാലങ്ങളിൽ നേട്ടമേ ഉണ്ടാക്കാൻ പറ്റും. ആധ്യാത്മിക ജീവിതത്തിൽ നേട്ടമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈശോ പറയണത്, അവൻ തീവ്രവേദന മുഴുകി, പക്ഷെ എന്ത് ചെയ്ത് ആ പ്രാർത്ഥന കുറച്ചെന്നല്ല പറയണത്, അവൻ കൂടുതൽ തീക്ഷണമായി പ്രാർത്ഥിച്ചു. ലൂക്ക 22:44 അവൻ തീവ്രവേദനയിൽ മുഴുകി. അവൻ തീവ്രവേദനയിൽ മുഴുകി, കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അതാണ് പ്രശ്നം. അപ്പൊ ദൈവത്തിന്റെ മനസ്സിരിപ്പും ചെയ്യേണ്ട കാര്യങ്ങളും ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ദേർ. ഒരു തീവ്രവേദന വന്നാൽ എന്ത് ചെയ്യും? ജോലി നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? ഭാര്യക്ക് അസുഖം വന്നാൽ എന്ത് ചെയ്യും? കുഞ്ഞുങ്ങളില്ലാതെ വന്നാൽ എന്ത് ചെയ്യും? വീട്ടിലെ സാമ്പത്തിക കടവ് എന്തായാലും എന്ത് ചെയ്യും? അപ്പോൾ എന്താ സാധാരണ ആൾക്കാർ ചെയ്യണത്? അതുകൊണ്ട് തന്നെ അവർ കുർബാന മുടക്കും, പ്രാർത്ഥന മുടക്കും. അങ്ങനെ ആൾക്കാർ ചെയ്യണത്. അതാണ് ഈ ഓഡിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അതായത് 90% ആൾക്കാരും കർത്താവിന്റെ പുസ്തകത്തിന്റെ പേര് വെട്ടിക്കളണം ഈ കാലത്താണ്. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ഇൻസ്ട്രക്ഷൻ, നമുക്ക് വഹിക്കണ സ്റ്റാൻഡ് ബൈ ഇൻസ്ട്രക്ഷൻ ഇല്ലേ? എന്താണ്? തീവ്രവേദന മുഴുകുമ്പോ കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിക്കണം. അപ്പൊ അതിനകത്ത് ഒരു പോയിന്റിന് തീക്ഷ്ണത കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ബ്രാൻഡഡ് ആവും. കോൾ ടു ഇന്റിമസി എന്ന് പറഞ്ഞ വലിയ സബ്ജക്റ്റിന്റെ ഓരോ ഭാഗങ്ങൾ അച്ഛൻ പറയണത് വേഗം പുസ്തകമാക്കി പറഞ്ഞതല്ല. എന്റെ ജീവിതത്തിൽ നിന്നും എന്റെ ആലോചനയിലും പ്രാർത്ഥനയിലും കർത്താവ് എനിക്ക് വെളിവാക്കി തന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണത്. ദൈവത്തിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. തീവ്രവേദന വന്നാൽ ദൈവത്തിന്റെ നിർമ്മലൻ എന്താ ചെയ്യേണ്ടത്, ദൈവത്തിന്റെ ദാസൻ എന്താണ് ചെയ്യേണ്ടത്? അവർ കൂടെ തീഷ്ണമായി പ്രാർത്ഥിക്കണം. എന്തെങ്കിലും തരത്തിൽ തീഷ്ണത കുറഞ്ഞു പോയാൽ